അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുമോ? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ തേടുന്നത്. ടി.വി. പ്രസാദ് നമുക്കൊപ്പം. ടി.വി. പ്രസാദ്, റിമാൻഡ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കൂടി വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു സൈബർ കുറ്റകൃത്യമാണ്, നിസ്സാരമായി ഊരിപ്പോരുമെന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചും വിരിച്ച് നടന്നു ചെന്ന രാഹുൽ ഈശ്വറിന് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയാണോ? സുജയ, അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചെയ്തത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സുജയ. കാരണം ഒന്നിനു പിറകെ ഒന്നായി ഇത് കേസ് വരുമെന്നും അറസ്റ്റിലാകുമെന്നും അറിഞ്ഞിട്ട് കൂടിയാണ് രാഹുൽ ഈശ്വർ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ ഈശ്വർ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചാനലുകളിലെ ചർച്ചകളിലാണെങ്കിൽ ഒരു ചെറിയ ഡോസിലാണെങ്കിൽ തൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ അതിഭീകരമായി ഈ പെൺകുട്ടിയെ അവഹേളിക്കുന്ന സമീപനമാണ് രാഹുൽ ഈശ്വർ സ്വീകരിക്കുന്നത്. പേരിന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ പിന്തുണക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ അതിൽ 4.5 മിനിറ്റും ഈ പെൺകുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടി ആരാണ് എന്ന തരത്തിലുള്ള സൂചന കിട്ടാനുള്ള പ്രധാന കാരണക്കാരൻ അത് രാഹുൽ ഈശ്വറാണ്. മാത്രമല്ല, ഈ സമയത്തും രാഹുൽ ഈശ്വർ പറയുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ഇതിൽ കൂടുതൽ എന്ത് വേണം എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതുപോലെ തന്നെ മറ്റു നിലപാടുകളും കണ്ടാൽ മനസ്സിലാക്കാൻ. അതിൻ്റെ പിന്നാലെയാണ് സന്ദീപ് വാര്യരുടെ കാര്യം. സന്ദീപ് വാര്യറും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. സന്ദീപ് വാര്യർ പിന്നീട് രാഹുൽ ഈശ്വറിൻ്റെ പോസ്റ്റ് പിൻപറ്റിയിട്ട പോസ്റ്റാണ് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചത്. അതിന് പിന്നാലെയാണ് പെൺകുട്ടിക്കെതിരായി പെൺകുട്ടിയുടെ ഫോട്ടോയും വീഡിയോയും എല്ലാം വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികൾ ഒന്നിനു പിറകെ ഒന്നായി പോസ്റ്റുകൾ ഇട്ടു തുടങ്ങിയത്. രണ്ടുപേരും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തു. മാത്രമല്ല, ഡൽഹിയിലുള്ള ഒരു വനിതാ അഭിഭാഷക, പത്തനംതിട്ടയിലുള്ള ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് നേതാവ്, രണ്ടുപേരും മറ്റുള്ളവർക്ക്, അതായത് കൂടുതൽ പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിലുള്ള പോസ്റ്റ് ഇടുന്നതിനും ആ രീതിയിലുള്ള വീഡിയോ ചെയ്യുന്നതിനുമെല്ലാം കളമൊരുക്കി കൊടുത്തു എന്നുള്ളതാണ്. അവരും ഈ കേസിൽ നിലവിൽ പ്രതിയാണ്. നിലവിൽ രാഹുൽ ഈശ്വറിനെ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ സന്ദീപ് വാര്യർ, അതുപോലെ ഈ 2 വനിതകൾ, 2 പേരും 4 പേരും ഈ കേസിൽ പ്രതിയാണ്. രാഹുൽ ഈശ്വർ ആണെങ്കിൽ ഇപ്പോഴും ഒരു കൂസലുമില്ലാതെ ഇനിയും ഇത് തുടരും എന്ന നിലപാടുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ ഈ ആവശ്യം, ഈ ഒരു അപേക്ഷ എങ്ങനെയാണ് കോടതി കാണുന്നത് എന്നറിയാൻ നമുക്ക് കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ജാമ്യാപേക്ഷയെ എതിർത്തിരിക്കുകയാണ് തെളിവുകൾ നിരത്തിക്കൊണ്ട് പ്രോസിക്യൂഷൻ. സായ്കുമാർ കൂടിയുണ്ട് നമുക്കൊപ്പം. സായ്കുമാർ, രാഹുൽ ഈശ്വർ ആരാണ് എന്നത് പൊതുസമൂഹത്തിൽ വീഡിയോകളായി കിടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് കഴിഞ്ഞ 4-5 ദിവസമായി ചെയ്തുകൊണ്ടിരുന്നത് എന്നതിന്റെ നിരവധി വീഡിയോകൾ പുറത്തു വന്നതുണ്ട്. അതായത് രാഹുൽ ഈശ്വർ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഉണ്ട്. മാത്രമല്ല, തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ, അതിനായി ശേഖരിച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ, അതിൽ ഈ പെൺകുട്ടിയുടെ ചിത്രവുമുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യുന്നത് രാഹുൽ ഈശ്വറിന് തിരിച്ചടിയായി മാറി. തീർച്ചയായും സുജ, ഇവിടെ അതിജീവിതയുടെ പരാതി തന്നെ അങ്ങേയറ്റം മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്നു എന്നുള്ള പരാതിയെ തുടർന്നാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് അടക്കം പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ അതിജീവിതയുടെ ചിത്രങ്ങളടക്കം അതിൽ ഉണ്ട് എന്നാണ്. രാഹുൽ ഈശ്വറിൻ്റെ യൂട്യൂബ് വീഡിയോകൾ, ഏകദേശം 12-ലധികം യൂട്യൂബ് വീഡിയോകളിൽ ഏകദേശം എല്ലാ വീഡിയോകളിലും ഇരയെ അങ്ങേയറ്റം മോശമായി അധിക്ഷേപിക്കുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന വീഡിയോകളുടെയൊക്കെ പണിപ്പുരയിൽ കൂടിയായിരുന്നു രാഹുൽ ഈശ്വർ. അങ്ങനെ വീണ്ടും ജാമ്യം നൽകി പുറത്തുവിട്ടാൽ ഇരയുടെ ഫോട്ടോ അടക്കം അദ്ദേഹം പ്രദർശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന തരത്തിലുള്ളൊരു വാദം പോലും ഇപ്പോൾ പോലീസ് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. കാരണം ഒരു സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ ഈശ്വർ എന്ന തരത്തിലാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പോലീസ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. ഈ രാഹുൽ ഈശ്വർ തന്നെ കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ പരസ്യമായി താൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള ഈ സംസാരം, ഈ പോരാട്ടം തുടരും എന്നൊക്കെ വെല്ലുവിളിയോടെ പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും ഈ അന്വേഷണത്തോട് സഹകരിക്കാൻ രാഹുൽ ഈശ്വർ തയ്യാറായിട്ടില്ല എന്നുകൂടി ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നുണ്ട്. വീണ്ടും രാഹുൽ ഈശ്വറിനെ പുറത്തുവിട്ടാൽ ഇപ്പോൾ അയാൾ തുടരുന്ന അതേ പണി വീണ്ടും തുടരും എന്ന് കൃത്യമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ. അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതി ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ ഒരു അന്തിമ വിധി പറയുക. ഇനിയും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ലാപ്ടോപ്പ് അടക്കം, ഇന്നലെ ആ ലാപ്ടോപ്പ് അന്വേഷണ സംഘം വരുമ്പോൾ തന്നെ അത് ഒളിപ്പിച്ചു വയ്ക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട ഒരാൾ കൂടിയാണ് രാഹുൽ ഈശ്വർ. അങ്ങനെ വിചിത്രമായിട്ടുള്ള പല
വാദം പൂർത്തിയായിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് എന്ന് സ്ഥാപിക്കാൻ അന്വേഷണ സംഘത്തിന് ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അതിന്റെ ഉത്തരം ജയിലിലേക്ക് പോകുന്ന രാഹുൽ ഈശ്വർ ആയിരിക്കുമോ? അതറിയാൻ നമുക്ക് കാത്തിരിക്കാം. കോടതിയുടെ തീരുമാനം വരുമ്പോൾ ഈ വാർത്തയിലേക്ക് വീണ്ടും എത്താം.